നമ്മുടെ ഈ ചാനൽ കാണുന്ന പുതിയ സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നമസ്കാരം. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിരോധ ബന്ധം പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് ഇന്ത്യൻ വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗിൻ്റെ അമേരിക്കൻ സന്ദർശനം. ആഗോള സുരക്ഷാ ക്രമീകരണങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന അമേരിക്കയിലെ പീറ്റേഴ്സൺ സ്പേസ് ഫോഴ്സ് ബേസിൽ അദ്ദേഹം നടത്തിയ സന്ദർശനം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുകയാണ്. അമേരിക്കയിലെ പീറ്റേഴ്സൺ സ്പേസ് ഫോഴ്സ് ബേസ് വെറുമൊരു സൈനിക കേന്ദ്രമല്ല. ബഹിരാകാശ സുരക്ഷയിലും ആകാശ പ്രതിരോധത്തിലും ലോകത്തിൻ്റെ തന്നെ നാഡീമിടിപ്പുകൾ നിയന്ത്രിക്കുന്ന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. അവിടെ വെച്ച് അദ്ദേഹം US നോർത്തേൺ കമാൻഡ് തലവനും നൊറാഡ് കമാൻഡറുമായ ജനറൽ ഗ്രിഗറി M. ഗില്ലറ്റുമായി കൂടിക്കാഴ്ച നടത്തി. ആധുനിക യുദ്ധ തന്ത്രങ്ങൾ, സൈനിക ഓപ്പറേഷനുകളിലെ സങ്കീർണതകൾ എന്നിവയെക്കുറിച്ചുള്ള വിശാലമായ ചർച്ചകളാണ് അവിടെ നടന്നത് എന്നാണ് സൂചന. നമ്മൾ ഈ ചർച്ചയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന പേരാണ് നൊറാഡ്. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ആകാശ സുരക്ഷാ കവചമാണിത്. മിസൈൽ ആക്രമണങ്ങൾ തിരിച്ചറിയുന്നതിലും ആകാശ നിരീക്ഷണത്തിലും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സംവിധാനങ്ങളിലൊന്നാണിത്. അത്തരമൊരു സംവിധാനത്തിൻ്റെ തലവനുമായി ഇന്ത്യൻ വ്യോമസേന മേധാവി നടത്തുന്ന ചർച്ചകൾ വെറും ഔപചാരികതയല്ല. പകരം ഭാവിയിൽ ഇന്ത്യയുടെ ആകാശ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനും അമേരിക്കൻ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയുമായി സഹകരിക്കുന്നതിനും ഇത് വഴിയൊരുക്കിയേക്കും. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഡിഫൻസ് പാർട്ണർഷിപ്പ് അതിവേഗം വളരുകയാണ്. സംയുക്ത സൈനികാഭ്യാസങ്ങൾ, അത്യാധുനിക ജെറ്റ് എഞ്ചിനുകളുടെ നിർമ്മാണം, ഡ്രോൺ സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പീറ്റേഴ്സൺ ബേസിലെ ഈ സന്ദർശനം വ്യോമസേനകൾ തമ്മിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും സഹായിക്കും. ആഗോള സമാധാനം നിലനിർത്തുന്നതിൽ ഏഷ്യ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ പങ്ക് വലുതാണെന്ന് അമേരിക്ക വീണ്ടും അടിവരയിടുകയാണ് ഈ കൂടിക്കാഴ്ചയിലൂടെ. ഇന്ത്യൻ വ്യോമസേന മേധാവിയുടെ ഈ അമേരിക്കൻ സന്ദർശനത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റിൽ പങ്കുവെക്കുക. മറക്കാതെ ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.